അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറയുന്നതാണ് സവാള, അറിയാമല്ലോ. പിന്നെ സവാള നമ്മൾ ഉപയോഗിക്കാത്ത ഒന്നുമില്ല. സവാള എടുക്കും, വെളുത്തുള്ളി, ഇഞ്ചി ആവശ്യത്തിന്, പിന്നെ ഒരു തക്കാളി, 4-5 പച്ചമുളകും. ഇത്രയാണ് ഇതിന് ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടാണ് ഇടിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഇടി പലകയായതുകൊണ്ട് അത് കുറേശ്ശെ ഇടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അച്ചൂസ് ഫാമിലി വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ മട്ടനാണ്, മട്ടൻ കറിയാണ് ഇന്നത്തെ ഞങ്ങളുടെ. ഇതിന് വില എത്രയാണെന്ന് പറയുന്നത്? 45 രൂപ. എത്രത്തോണ്ട്? 1 കിലോയോ? 1 കിലോ 45 ദിറംസാണ് ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ. അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറയുന്നതാണ് സവാള, അറിയാമല്ലോ. പിന്നെ സവാള നമ്മൾ ഉപയോഗിക്കാത്ത ഒന്നുമില്ല. സവാള എടുക്കും, വെളുത്തുള്ളി, ഇഞ്ചി ആവശ്യത്തിന്, പിന്നെ ഒരു തക്കാളി, 4-5 പച്ചമുളകും. ഇത്രയാണ് ഇതിന് ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടാണ് ഇടിക്കുന്നത്. അപ്പോൾ അത് ചെറിയ ഞങ്ങളുടെ വെറൈറ്റി സാധനമാണ് ഇരിക്കുന്നത്, മട്ടൻ. നമ്മുടെ ഇടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ വേണ്ടുന്ന മസാലകൾ എടുക്കാം. മസാല കൂട്ട് വയണയില എടുത്തു കേട്ടോ. വയണയില, അത് നമ്മുടെ വയണയില തന്നെ ഇല്ലയോ സാധനം? ഇല്ലയോ? ആണോ? അതിൻ്റെ ആ ഇലയുടെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതിനകത്ത്. പിന്നെ കറുവപ്പട്ട എടുത്തു, പട്ട ഒരു നീളമുള്ള ഒരു കറുവപ്പട്ട എടുത്തു. വയണയില, അടുത്ത ഗ്രാമ്പൂ, പട്ട, വേറെ എന്തോ അത്, ഏലക്ക. ഏലക്ക, ഗ്രാമ്പൂ എല്ലാം ഒന്നും വേണ്ട. എന്തിനാ ഇത്? എല്ലാം കുറേശ്ശെ ഇട്ടാൽ മതി. അതെ, എല്ലാം ഇച്ചിരി ഇട്ടാൽ മതി. പിന്നെ അതല്ലയോ, ഇത് അളവ് അറിയത്തില്ല കേട്ടോ. മറ്റേ പൊടിയാണോ നമുക്ക് അളവ് അറിയാവുന്നത്? ഗ്രാമ്പൂ, അതല്ല, ഗ്രാമ്പൂ ഉണ്ടല്ലോ, അത് മതി. പിന്നെ വയണയില കൂടാണ് 2 കൂടി ഇട്ടു. അപ്പോൾ ഇതിൻ്റെ മസാല കൂട്ടാണ് നമ്മളിനി അത് വറുത്ത് പൊടിക്കണം. അത് വറക്കാൻ വേണ്ടിയാണ് എടുത്ത സാധനം. കെട്ടി വയ്ക്കണം. ഈ കവറിലോട്ട് അത് കെട്ടി മാറ്റി വയ്ക്കും. അല്ല, അത് വേറെ വെച്ചാൽ അത് അങ്ങനെ കെട്ടി നമ്മുടെ സാധനം വറുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാധനം അപ്പം വറുത്ത് എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തണുത്തിട്ട് വേണം പൊടിക്കാൻ. ഇതെന്താ മാറ്റി വെച്ചേക്കുന്നേ? കറുവപ്പട്ട. നമ്മുടെ അടുത്ത മെയിൻ സാധനത്തിലോട്ട് നമുക്ക് കടക്കാം. ആന്ന് ഒഴിക്കുന്നത് എണ്ണ ആദ്യം ഒഴിക്കണമെന്നാ പറഞ്ഞത്. ചിക്കൻ മട്ടനാ സ്മെല്ല് കിട്ടത്തില്ല. അത് ശരിയാ. അപ്പം നമ്മൾ എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. ഒന്നുമില്ല, അപ്പോൾ നമ്മുടെ എണ്ണ അങ്ങനെ ചൂടായിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് സവാള ഇടാം. സവാള ഇങ്ങോട്ട് ഇട്ടിട്ട് പച്ചമുളകും കൂടെ അങ്ങോട്ടിട്ട്, സവാളയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് തിളക്കുന്ന സാധനം എന്ത് ചെയ്യും? മറ്റേ തവി വേണ്ടേ? ഒന്ന് മതി. ബ്രൗൺ കളർ ആകും, സവാള ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മളിത് മിക്സ് ചെയ്യണം. ഉപ്പിട്ട് കഴിഞ്ഞാൽ എളുപ്പം ഇതങ്ങ് വാടും.
അപ്പോൾ ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ കറിയാണ് ഇത് കേട്ടോ, മട്ടൻ കറി. നമ്മൾ ആദ്യമായിട്ടാണോ മട്ടൻ കറി വെക്കുന്നത് അല്ലേ? ഇല്ലല്ലോ, നമ്മൾ ആദ്യമായിട്ടല്ല മട്ടൻ കറി വെക്കുന്നത്. ഇപ്പം ഇന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്രയും നാൾ ഇവിടെ വന്ന് കറി വെച്ചതിൽ ആദ്യമായിട്ടാണ് മട്ടൻ കറി വെക്കുന്നത്. ഇന്ന് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുവാണ്. അപ്പോൾ തക്കാളി ഞങ്ങൾ അതിൻ്റെ ഇട്ടിട്ടുണ്ട്. തക്കാളി ഇട്ട് മിക്സ് ചെയ്യും. അയ്യോ, ചുമ എല്ലാവർക്കും ചുമ പിടിച്ച് കളഞ്ഞു, അടുക്കി പിടിച്ച്. ഇഞ്ചി അടിക്കും. തക്കാളി വേണ്ട, എല്ലാവരും ആ പച്ചച്ചോറ് ഉരുട്ടി ആദ്യം മുക്കൊക്കെ കഴിക്കും. ആ പച്ചച്ചോറ്, ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത്, പച്ചിഞ്ചിയോ? പച്ചിഞ്ചി. പച്ചിഞ്ചി, ആ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് അതിനകത്തിട്ട് അതുകൂടെ മിക്സ് ചെയ്യുക. ഇനി അടുക്കി പിടിക്കും. ഇനി അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലേ? തക്കാളി ഇട്ടണം അതിനകത്ത്. നമ്മള് തക്കാളി ചേർക്കത്തില്ല കേട്ടോ. ഇത് പിന്നെ ഇവിടെ തക്കാളി ഇടുന്നതിന് പിന്നെ ഇവിടെ ഇവിടെയൊക്കെ തക്കാളി ഇറച്ചി, ഇവിടെ എല്ലാത്തിനും ഉരുളൻകിഴങ്ങ് നമ്മള് തക്കാളി ചേർത്ത് അത് ഈ ഈ പാചകക്കാരി ചേർക്കും തക്കാളി കൊഴുപ്പ് കിട്ടാൻ വേണ്ടി. ഇപ്പം നമ്മുടെ സ്പെഷ്യൽ മട്ടൻ കറിയുടെ അതിൻ്റെ അരപ്പുകളും കാര്യങ്ങളെല്ലാം ഇങ്ങനെ. ഇനിയിപ്പോൾ അതിനകത്ത് മറ്റുള്ള സാധനം കൂടെ ചേർക്കണം, നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി. നമ്മൾ മട്ടൻ കറി വെച്ചാലും കോഴിയിറച്ചി വെച്ചാലും ബീഫിന് വയ്ക്കാറില്ല. രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കിഴങ്ങൻ ചേർക്കത്തില്ല. അടുത്ത സ്റ്റെപ്പ് മട്ടൻ. ഒന്നിച്ച് വെള്ളം ഒഴിച്ചിട്ട് മട്ടൻ വേണം. മീനാണെങ്കിൽ മട്ടനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്ന. മട്ടനിൽ നിന്ന് വെള്ളം ഇറങ്ങും, ശരിയാ. മീനിൻ്റെ അരപ്പോട് ചേർക്കുക. അപ്പോൾ നമ്മുടെ മട്ടൻ കറിയിൽ ഇതുവരെ ആയിട്ടുണ്ട്. മസാല ഇനിയും ഇതിന് മസാലയും കൂടെ. മുളക് പൊടി, മല്ലിപ്പൊടി, വെള്ളം വേണ്ട, ചൂടുവെള്ളം വേണ്ടേ? അതോ പച്ചവെള്ളം ഒഴിക്കുന്നത്? പച്ചവെള്ളം ഒഴിച്ചാൽ ചൂടുവെള്ളം കഴിഞ്ഞ് സ്റ്റൗവൊക്കെ മാറ്റണം. അപ്പോൾ ആവശ്യത്തിനെ ഒഴിക്കാവൂ, ശകലം. കാര്യം ഇത് ഇനി വേവുമ്പോൾ ഇനിയും വെള്ളം ഇറങ്ങും ഇനി ഇതിനകത്തുനിന്ന്. ഉപ്പ് വേണ്ട, ഉപ്പ് നോക്കണ്ടേ? ഉപ്പൊക്കെ ഇടാം, ഇരുന്ന് ശരിയാവട്ടെ. മസാല മതി. നീ അടച്ചു നോക്കില്ലേ? അങ്ങോട്ട് വേവട്ടെ, അടച്ചു വെച്ചു. അപ്പോൾ അടച്ചു വെച്ച് ഇനി അത് വെന്തിട്ട് നോക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ മട്ടൻ കറി ഇതുവരെയായി. ഇനി ഇതിനകത്ത് ഞങ്ങൾ ഇല്ല, അത് ചതച്ചിട്ടില്ല കേട്ടോ, ഇല്ല സാധനം അത് ഇറക്കാൻ നേരത്തെ മസാല ഒന്നോ പകുതി വെന്തു. അപ്പം നമ്മുടെ കറി ഏതാണ്ട് ഒരു പരുവായി. നമ്മുടെ വയണയില ഇട്ടായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒന്ന് പറ്റിയിട്ട് വാങ്ങി നമ്മുടെ മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ. ഉപ്പിടണം. ഉപ്പിടണം. ഉപ്പ് കുറവാണ്. ഉപ്പ് വേണേൽ ഇപ്പോൾ ഇട്ടാൽ കുഴപ്പമില്ലല്ലോ. ആണ് ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിടുക. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഇതിപ്പം വെന്തല്ലോ ഇല്ലേ സംഭവം. ഒന്നുകൂടെ പറ്റിയിട്ട് ഒന്നുകൂടെ വെള്ളം ഒന്നുകൂടെ പറ്റി കഴിഞ്ഞ് മല്ലിയിലയും കൂടെ ഇട്ട് വാങ്ങാം. വെള്ളം ഇരുന്ന് പറ്റത്തില്ലേ അതിന്? അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളുടെ വീഡിയോയും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഈ മട്ടൻ കറി വെക്കുന്ന പോലെ ആയിരിക്കത്തില്ല ചിലപ്പം നിങ്ങളുടെ സ്റ്റൈല്. നമ്മൾ ഇവിടുത്തെ സ്റ്റൈലാണ് നമ്മൾ വെച്ചത്. അപ്പോൾ നമ്മുടെ മട്ടൻ കറി അങ്ങനെ ശരിയായിരിക്കുകയാണ്. എല്ലാം വെന്ത് നല്ല അടിപൊളിയായി. ഇനി അത്
കടുവൊന്നും വറക്കേണ്ട കാര്യമില്ല അത്. കടുവറുത്ത് വേണം ഇടാൻ. എന്നാൽ കടുവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓക്കെ അല്ലേ? സാധനം എന്ത് രാവിലെ നല്ല പരുവത്തിരുന്നാണ്. ഇന്ന് വർഷം വെച്ചു അപ്പോൾ നമ്മുടെ കറി അങ്ങനെ എല്ലാം ഓക്കെ ആയിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഇനി മല്ലിയിലയും കൂടെ ഇട്ട് വാങ്ങുകയാണ്. മല്ലിയില അങ്ങനെ മല്ലിയിലയും കൂടി ഇട്ട് വാങ്ങും. അപ്പം ഞങ്ങളുടെ ഈ മട്ടൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങളുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഗുഡ് ബൈ.